സഹകാരിക്കൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതായത് ഡെയിലി എക്സാംസ്, വീക്ക്ലി എക്സാം, അതേപോലെ എടുത്തു പറയേണ്ട ഒന്നാണ് മെന്റർഷിപ്പ് എന്ന് പറയും. ഇന്ന് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഈ പറയാ ഇഷ്ടപ്പെട്ട വ്യക്തി കൂടെയുണ്ട്, ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാൻ പോകുന്നു. അങ്ങനെ ഞാൻ ലൈഫിൽ ആഗ്രഹിച്ചത് എന്താണോ അതിപ്പോ എൻ്റെ ഒരു ഉള്ളം കയ്യിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതിനെല്ലാം എന്നെ സഹായിച്ചത് സഹകാരിയാണ്. ദി ആൽക്കമിസ്റ്റ് എന്ന നോവലിൽ പൗലോ കൊയ്ലോ പറയുന്നു, ആഗ്രഹം തീവ്രമാകുമ്പോൾ, അതിനായി കഠിനമായി നമ്മൾ അധ്വാനിക്കുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ ആഗ്രഹം നടത്തി തരുവാൻ നമ്മുടെ കൂടെ നിൽക്കണം. അത്തരത്തിൽ തീവ്രമായ ആഗ്രഹം മൂലം കഠിനാധ്വാനം ചെയ്ത് കേരള ബാങ്ക് പരീക്ഷയിൽ 23ാം റാങ്കിലെത്തിയ, പേരിൽ തന്നെ വിൻ ഉള്ള വിനുജയാണ് ഇന്ന് സഹകാരിക്കൊപ്പം ചേരുന്നത്. നമസ്കാരം വിനുജ. ആദ്യം തന്നെ ചോദിക്കട്ടെ, നമ്മൾ PSCയുടെ ഒരു മെസ്സേജ് വരുന്നു, പ്രൊഫൈലിൽ നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ 23 റാങ്ക് എന്ന് പറഞ്ഞ് നമ്മൾ കാണുമ്പോൾ ഉണ്ടായ ആദ്യത്തെ എക്സൈറ്റ്മെന്റ് എങ്ങനെയായിരുന്നു? അതൊരു മിക്സ്ചർ ഓഫ് ഇമോഷൻസ് എന്ന് എനിക്ക് പറയാൻ പറ്റും. അതായത് വളരെ ഒരു സന്തോഷത്തിന്റെ ഒരു എക്സ്ട്രീം ലെവലില് നമുക്ക് എന്താ പറയാ, ഒരു PSC നമുക്ക് അച്ചീവ് ചെയ്ത് എടുക്കണമെങ്കിൽ അത്രയും സ്ട്രഗിൾസ് അതിന്റെ പുറകിലുണ്ട്. അപ്പം ഒരു ക്ലൗഡ് 9 ക്ലൗഡ് 9 ആ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. മൊത്തത്തിൽ പറഞ്ഞാൽ വളരെ എക്സൈറ്റഡ്, ഒരു ഹാപ്പിനെസിന്റെ ഒരു എക്സ്ട്രീം ലെവൽ എന്ന് തന്നെ പറയാം. അത് ആ റിസൾട്ട് വന്നു കഴിഞ്ഞ് ഒരു പ്രത്യേക ഒരു സന്തോഷം നടങ്ങുന്ന ഒരു കാര്യം എടുത്തു പറയാനുണ്ടെങ്കിൽ എന്താ പറയാ? എടുത്തു പറയാന്ന് വെച്ചാൽ, ഇപ്പൊ ഈ സഹകരണ മേഖലയിലേക്ക് വന്നത് എൻ്റെ ഒരു ചോയ്സ് പ്രകാരമാണ്. എൻ്റെതായിട്ടുള്ള ഒരു ഇഷ്ടത്തിന്റെ പുറത്താണ് ഞാൻ ഈ സഹകരണ മേഖലയിലേക്ക് തന്നെ വന്നത്. അപ്പോൾ ഞാൻ എടുത്ത ചോയ്സ് ഒരു തെറ്റിയില്ല, അത് ഇത്രയും സക്സസ്ഫുൾ ആയി. അപ്പൊ ആ ഒരു പോയിന്റ്, ആ ഒരു ഇത് എനിക്ക് വളരെയധികം തന്നെ ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. ശരി, അങ്ങനെ ഒരു ലൈഫ് ചേഞ്ചിങ് ആയി മാറിയ ഒരു തീരുമാനമാണ് സഹകാരിയിലേക്ക് വന്നത്. അപ്പൊ അതിനെപ്പറ്റി സഹകാരിയിലേക്ക് എങ്ങനെയാണ് അറിഞ്ഞത്, അതിലേക്ക് വന്നത് എങ്ങനെയാണെന്ന്? തുടക്കം തൊട്ടേ ഞാൻ യൂട്യൂബ് ചാനൽസ് ഇതേപോലെ നോക്കുമായിരുന്നു. എന്താ സഹകരണ മേഖലയിൽ, അതായത് കേരള ബാങ്ക്, CSEB എല്ലാം നോക്കാൻ വേണ്ടി ഞാൻ ഇതേപോലെ യൂട്യൂബ് ചാനൽസ് ഒക്കെ റെഫർ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ രാജേഷ് സാറിന്റെ ക്ലാസ്സസ് ഒക്കെ ഞാൻ കണ്ടു തുടങ്ങിയത്. രാജേഷ് സാറിന്റെ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ഹെൽപ്ഫുൾ ആയിരുന്നു, നല്ലപോലെ എനിക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്സിനോട് ഞാൻ ചോദിച്ചു. അപ്പൊ അതിലൊരാൾ സഹകാരിയുടെ ഓരോ രീതികളെ പറ്റി എനിക്ക് പറഞ്ഞു തന്നു. JC എന്ന് പറയുന്ന ഒരു കുട്ടി എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെയാണ് ശരിക്കും ഞാൻ സഹകാരിയിലോട്ട് എത്തിപ്പെടുന്നത്. JCക്ക് നമ്മളൊരു നന്ദി പറയണം. JC ആണ് സഹകാരിയിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സഹകാരിയിലെ ഒരു അനുഭവം, അവിടുത്തെ ഒരു മെത്തേഡ്സിൽ എന്താണ് ഒരുപാട് നമുക്ക് ബെനിഫിറ്റഡ് ആയി എന്ന് തോന്നുന്നത് എന്താണ്? സഹകാരിക്കൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതായത് ഡെയിലി എക്സാംസ്, വീക്ക്ലി എക്സാം, അതേപോലെ എടുത്തു പറയേണ്ട ഒന്നാണ് മെന്റർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം എൻ്റെ മെന്റർ എന്ന് പറയുന്നത് സനോജ് സാർ ആയിരുന്നു. അപ്പം നമുക്ക് ആ ഡെയിലി എക്സാംസിൽ എപ്പോഴെങ്കിലും മാർക്ക് കുറഞ്ഞാൽ ഉടനെ സനോജ് സാറിന്റെ വിളി അപ്പം എത്തും. എന്താ മാർക്ക് കുറഞ്ഞത്, എന്ത് പറ്റി? അപ്പം എനിക്ക് എന്തും തുറന്നു പറയാനായിട്ടുള്ള ഒരു സ്പേസ് കൂടിയായിരുന്നു സനോജ് സാർ. അപ്പം ഇപ്പോ അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്തും കൂടിയാണ്. അപ്പം ആ സാറിന്റെ മെന്റർഷിപ്പ് ലെവൽ, അതായത് നമ്മളൊന്ന് ഡൗൺ ആകുമ്പോൾ പുഷ് ചെയ്യാനായിട്ട് ഒരാള്, അപ്പൊ അങ്ങനെ മെന്റർഷിപ്പ് എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. സഹകാരിയിലെ മെന്റർഷിപ്പ് പ്രോഗ്രാം എത്രമാത്രം എഫക്റ്റീവ് ആണെന്നുള്ളതിന്റെ കൂടെ ഉള്ളൊരു റിസൾട്ടാണ് നമുക്ക് ഈ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഞാൻ ഇപ്പം ഈ സ്റ്റഡി മെത്തേഡ്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ, ഇപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളുണ്ട്, നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പം അവരോട് ഇങ്ങനെ ഒരു അഡീഷണൽ ആയിട്ട് ഇങ്ങനെ ഒരു കാര്യം കൂടെ ചെയ്താൽ അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞു കൊടുക്കാനാണ് എന്താ പറയുക? ഞാൻ പറയുക, സ്വന്തമായിട്ടൊരു സ്റ്റഡി മെത്തേഡ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഒരിക്കലും നമ്മൾ മറ്റൊരാൾ ഇങ്ങനത്തെ ഒരു രീതിയിൽ പഠിക്കുന്നു എന്ന ഒരു കൺസെപ്റ്റിൽ നമ്മളത് കോപ്പി ചെയ്യാൻ നിൽക്കരുത്. കാരണം എല്ലാവരുടെയും സിറ്റുവേഷൻസ് ഡിഫറൻ്റ് ആണ്. അപ്പം നമുക്ക് ഏതാണോ സ്യൂട്ടബിൾ, ചിലപ്പോൾ ചിലർക്ക് രാവിലെ പഠിക്കുന്നതായിരിക്കാം, ചിലർക്ക് രാത്രി പഠിക്കുന്നതായിരിക്കാം. നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ തന്നെ ഒരു റൊട്ടീൻ അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കണം. അപ്പം എനിക്കാണെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, മൈൻഡ് റിലാക്സ്ഡ് ആവാൻ നടക്കാൻ പോകുന്നു, തിരിച്ചു വരുന്നു, പഠിക്കുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ടൈം അത്രയും
ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ ഒരിക്കലും ഇരിക്കരുത്. കുറച്ച് മൈൻഡിന് നമ്മൾ റിലാക്സേഷൻ കൊടുക്കണം ഇതിന്റെ ഒപ്പം തന്നെ. പിന്നെ ഈ ഡെയിലി എക്സാംസ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് വളരെയധികം പേടിയുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ എന്നെ ഡോക്ടറൊക്കെ അഡ്വൈസ് ചെയ്തായിരുന്നു, ഇതേപോലെ എപ്പോഴും എക്സാംസ് കുറേ ഇങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ എക്സാംസിനോടുള്ള പേടി നമുക്ക് മാറി കിട്ടത്തുള്ളൂ. അപ്പം അതിനും സഹകാരി ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അത്രയധികം മോക്ക് ടെസ്റ്റുകളും ഡെയിലി എക്സാം, വീക്കിലി എക്സാം, അങ്ങനെ കുറേ അങ്ങനെ എക്സാം എഴുതിയാണ് എനിക്കിത് ക്രാക്ക് പേടി മാറിയത്. അങ്ങനെയാണ് നമ്മുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് തന്നെ എക്സാം ബേസ്ഡ് ആയിട്ടാണ്. ഒരു റിവ്യൂ പ്രോഗ്രാമും ഈ ഡെയിലി മന്ത്ലി നടക്കുന്ന എക്സാമുകൾ അതിനു വേണ്ടി തന്നെ ഒരു ടീം പ്രിപ്പയർ ചെയ്താണ് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം ഒരുപാട് യൂസ്ഫുൾ ആയി എന്നാണ്. ശരി, അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ. നമ്മൾ ഈ ഒരു വിജയത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് ആളുകൾ കേൾക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു വിന്നിങ് മൊമെന്റിൽ നന്ദി പറയാനുണ്ടെങ്കിൽ ആരോടായിരിക്കും? എന്നെ ഇതിൽ ഹെൽപ്പ് ചെയ്ത ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. അപ്പൊ എനിക്ക് ഈ നോട്ട്സ് ഒക്കെ ഡെയിലി ഇത്ര നോട്ട്സ് എടുക്കാനായിട്ട് ആ സമയത്ത് എന്നെ കൊണ്ട് സാധിക്കില്ലായിരുന്നു. അപ്പം എന്റെ സുഹൃത്തുക്കളാണ് എന്റെ മുന്നോട്ട് വന്നത്, നീ ജോലി കിട്ടിയാൽ മതി എന്നും പറഞ്ഞ്. ഇപ്പൊ എന്റെ വീട് ചേർത്തല. അപ്പം എറണാകുളത്ത് നിന്നും വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ അവർ എറണാകുളത്ത് നിന്ന് പ്രിന്റ് ഔട്ട് എടുത്ത് വീട്ടിൽ 7:30 എന്ന് രാത്രിയിൽ ഒരു ടൈം ഉണ്ടെങ്കിൽ എന്റെ വീട്ടിൽ നോട്ട് എത്തും. ഞാൻ വേറെ ഒന്നും ചെയ്യണ്ട, അവരെന്റെ വീട്ടിൽ നോട്ട് എത്തിച്ചു തരും. അപ്പൊ വിഷ്ണു എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. അപ്പൊ അവരെല്ലാവരും തന്നെ എനിക്ക് എന്റെ ആ അത്രയും ഫ്രണ്ട്സ് സർക്കിൾ അത്രയും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതിനെല്ലാം വേണ്ടി. അപ്പം അവരത്രയും സ്ട്രഗിൾ ചെയ്ത് നമുക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഒരിക്കലും ഉഴപ്പാനായിട്ട് തോന്നില്ല. പിന്നെ എന്ന് പറഞ്ഞാല് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോ തന്നെ നാട്ടിൽ തന്നെ സെറ്റിൽഡ് ആവണം എന്നൊരാഗ്രഹമായിരുന്നു. അതിന് പിന്നിലൊരു റീസണും കൂടിയുണ്ട്. അപ്പം ഞാൻ ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ആള് പുറത്താണ്. അപ്പൊ ആളെ ഇവിടേക്ക് കൊണ്ടുവരണം, നമുക്ക് സ്റ്റേബിൾ ആയിട്ടൊരു വരുമാനം വേണം ഇവിടെ. അപ്പൊ ആൾ ഇങ്ങോട്ട് വന്നാലും സ്റ്റേബിൾ ആയിട്ടൊരു വരുമാനം വേണം, നാട്ടിൽ തന്നെ സെറ്റിൽഡ് ആവണം, അങ്ങനെയുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ആളും എന്നെ ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡൗൺ ആവുമ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ മുറിയിലിരുന്ന് കരഞ്ഞു പോകും. കാരണം നാട്ടുകാരുടെ ചോദ്യം, വീട്ടുകാരുടെ ചോദ്യം, അപ്പൊ അതൊക്കെ നമ്മൾ കരഞ്ഞു പോകും. അപ്പൊ ആ സന്ദർഭങ്ങളിലൊക്കെ എനിക്ക് അത്രയധികം സപ്പോർട്ടീവായിട്ട് ആള് നിന്നിട്ടുണ്ട്. അപ്പം ഇന്ന് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഇഷ്ടപ്പെട്ട വ്യക്തി കൂടെയുണ്ട്, ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാൻ പോകുന്നു. അങ്ങനെ ഞാൻ ലൈഫിൽ ആഗ്രഹിച്ചത് എന്താണോ അതിപ്പോ എൻ്റെ ഒരു ഉള്ളം കയ്യിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അത്രയധികം സന്തോഷമുണ്ട്. എക്സൈറ്റഡ് ആയിട്ടാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. അതെ, വളരെയധികം എക്സൈറ്റഡ് ആണ്. അതിനെല്ലാം എന്നെ സഹായിച്ചത് സഹകാരിയാണ്. ഒരിക്കലും സഹകാരി എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചില്ലായിരുന്നെങ്കിൽ ഈ നേട്ടത്തിലേക്ക് എത്തുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. കാരണം സഹകാരിയുടെ സ്ട്രാറ്റജി തന്നെയാണ് എന്നെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവുകയും നമ്മൾ അതിനായിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാകുകയും ഒരു ഉറച്ച തീരുമാനം ഉണ്ടാകുകയും ചെയ്യുമ്പം ഈ പ്രപഞ്ചം മുഴുവൻ സഹായിക്കുമെന്ന് പറഞ്ഞ പോലെയാണ് സഹകാരി, പുറത്തുള്ള കൂട്ടുകാര്, കൂടെയുള്ളവര് എല്ലാവരും സഹായിച്ചുകൊണ്ട് ആ 23ാം റാങ്കിലേക്ക് എത്തിപ്പെടാനായിട്ട് വിനിജയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് നമുക്കും അഭിമാനമുള്ളൊരു കാര്യമാണ്. എല്ലാവിധ ആശംസകളും ഇനിയുള്ള ജീവിതത്തിന് മുമ്പോട്ടുള്ള എല്ലാവിധ സഹകാരിയുടെ എല്ലാ ആശംസകളും. താങ്ക് യു.